നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം എത്രമാത്രം ആഴമേറിയതാണ്? ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു? തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിനാണെന്നാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രോബ്ലംസ് അവർക്ക് ഉണ്ട്. അവർ ഫേസ് ചെയ്യുന്നുണ്ട്, അതിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിങ്ങളോടുള്ള പ്രണയം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അത്രമാത്രം അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവര് സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. മേ ബി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഒരു പ്രണയവും ആയിരിക്കാം. ഓക്കെ. ഇപ്പോൾ അവർക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരുടെ ലൈഫിന് ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. മേ ബി അവർക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ കുറഞ്ഞുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി അവർ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് എന്താണ് വ്യക്തികളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഒപ്പോസിഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ എതിർപ്പുകളെല്ലാം ആ വ്യക്തി അവഗണിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം അവര് വളരെ സ്ട്രോങ് ആയിട്ട് അവര് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെന്ന് അവര് കരുതുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് എപ്പോഴും ചിന്തയാണ്. അവരെപ്പോഴും ചിന്താധീനരായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒരുപാട് നിരാശ അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങളോട് ചിലപ്പോൾ അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അതിനിടയിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് കഴിയുന്നില്ല. ഓക്കെ. ഒരു ചേഞ്ച് ഈ ഒരു സാഹചര്യത്തിൽ വേണം എന്നവരിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ യെസ്, വളരെയധികം ഉത്കണ്ഠപ്പെടുന്നുണ്ട് അവർ ഈ റിലേഷൻഷിപ്പിനെ ഓർത്തിട്ട്. അതായത് ഇപ്പോൾ എല്ലാ പ്രോബ്ലംസും അവര് തടസ്സങ്ങളും എല്ലാം ഓവർകം ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുമ്പോൾ ഒരുപാട് നിങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് അകന്നു പോയിടുമോ, നിങ്ങളെ അവരെ ഒഴിവാക്കുമോ എന്നെല്ലാമുള്ള ചിന്ത അവർക്കിപ്പോൾ ഒരുപാടുണ്ട്. കാരണം അവരത്രമാത്രം നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ. ആ ഒരു പ്രണയം എത്രത്തോളമാണെന്നുള്ളത് ഇതുവരെയും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഓക്കെ. ആൻഡ് യെസ്, അത്രയും കെയറിങ് കണക്ഷൻസ് വളരെ ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ, അതായത് നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ. നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിങ്ങളിൽ. അത്രയധികം നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. നമ്പർ 14 എന്ന് പറയുന്ന നമ്പർ ഈ റിലേഷൻഷിപ്പിന് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട്. ഓക്കെ. നമ്പർ 14 ആൻഡ് നമ്പർ 15. ഓക്കെ. യെസ്, ഇപ്പോൾ നിങ്ങളിൽ ആരോ ഒരാൾ സ്പിരിച്വലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഒരു എന്താണ്, ഈശ്വരനിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ പല കാര്യങ്ങളും സറണ്ടർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അവർ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെട്ട് തന്നെ അവർ യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്തിട്ടുണ്ട്. മേ ബി നിങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവാം, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക, എന്ത് കാര്യമായിരുന്നാലും നെഗറ്റീവായിട്ട് ഒട്ടും ചിന്തിക്കാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് വരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് തന്നെ യൂണിവേഴ്സിലേക്ക് എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ആക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അവർ പക്ഷെ മനസ്സുകൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ അരികിലുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രമാത്രം
അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു സ്നേഹം നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം. എങ്കിൽ കൂടിയും ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് ആ വ്യക്തി മേ ബി ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടാവാം. യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. യൂണിവേഴ്സൽ നമ്പേഴ്സ് ആയിരിക്കാം നിങ്ങൾ കാണുന്നുണ്ടാവാം. ഓക്കെ. അതൊക്കെ ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്തിനെയാണ് കാണിക്കുന്നത്. എത്രമാത്രം ആ ഒരു ഇന്റൻസിറ്റി ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം നിങ്ങളെ അവര് സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോ നിങ്ങളുടെ പ്രണയത്തില് ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ആർക്കേഞ്ചൽ മിഖായേൽ പ്രണയത്തിന്റെ ഏഞ്ചൽസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പിന് ഒരുപാട് സ്ട്രെങ്ത് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇൻ ഫ്യൂച്ചർ അതിലൊരു ചേഞ്ച് ഉണ്ടാവും. ഈ വ്യക്തിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ സപ്പോർട്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ഈ വ്യക്തി എത്രമാത്രമാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് കാണുന്നുണ്ട്. കാരണം അത്രമാത്രം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. വളരെ സ്ട്രോങ് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി നിങ്ങളെ വളരെ സിൻസിയർ ആയിട്ടാണ് സ്നേഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ. ആ ഒരു പ്രണയത്തിന്റെ അടയാളമായിട്ട് അവര് എന്തോ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ അവര് സൂക്ഷിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ അതുപോലെ അവർക്ക് എപ്പോഴും നിങ്ങളുടെ ഓർമ്മ വരത്തക്ക രീതിയിൽ ആ ഒരു എന്തോ ഒരു കാര്യം അവര് സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നേടാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോ അവര് നേടിയെടുക്കണം എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജസ്റ്റിസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാണ്. ഈ വ്യക്തിയുടെ സ്നേഹത്തിൽ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഈ വ്യക്തിയുടെ സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ എന്താണ് വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. ആ ഒരു കോൺഫ്ലിക്ട്സ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോ ഉള്ള ഈ നെഗറ്റിവിറ്റീസ് എല്ലാം ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കും. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് തന്നെയാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. ഓക്കെ.